ആ ചിത്രകൂത്രം പറക്കുന്ന മെയിലാണ് എൻ്റെ പീലികൾക്ക് അഞ്ചുപുറത്ത് വരുന്നത്. എൻ്റെ ഡാൻസിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ഫാൻസാണ്. ഞാൻ പീലി പിടിച്ചാണ് യെല്ലോ കളറാണ് ഡാൻസിലേക്ക് പീക്കോക്ക് എല്ലാവരും പറയും ഡാൻസിലേക്ക് പീക്കോക്ക്. ഇനി ഇത് മതി എൻ്റെ മറൂഷ്. ഹായ് ഗായ്സ്, എൻ്റെ പേര് റയാൻ. എൻ്റെ ചാനലിൻ്റെ പേര് ഫ്രണ്ട്സിന് അറിയാമല്ലോ, റയാനിസം. എൻ്റെ ചാനലിൽ ചെയ്യാൻ പോകുന്നത് ടോയ്സിൻ്റെ അൺബോക്സിങ്, ടോയ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഡ്രോയിങ്ങിൻ്റെ ട്രിക്സ് അല്ലേ, മാജിക്സിൻ്റെ റിവ്യൂ, അതൊക്കെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ, ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഒത്തിരി നാളായി ഒരു ടോയിൻ്റെ അൺബോക്സിങ്ങോ റിവ്യൂ ചെയ്തിട്ട്. ഇന്ന് നമുക്കൊരു ടോയിൻ്റെ റിവ്യൂ ചെയ്താലോ. അപ്പം ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്ന ടോയ് ഏതാണ് അറിയണമെങ്കിൽ ആ ട്രാൻസ്ഫോമേഴ്സ് എന്താണ് അറിഞ്ഞിരിക്കണം. നമ്മുടെ എർത്ത് പോലെ ദൂരെ ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു, സൈബർട്രോൺ എന്ന് പറഞ്ഞ്. അവിടുത്തെ ഒരു ഏലിയൻ റേസിന്റെ പേരാണ് ട്രാൻസ്ഫോമേഴ്സ്. ഈ ട്രാൻസ്ഫോമേഴ്സിനകത്ത് മെയിൻ ആയിട്ട് 2 ഗ്രൂപ്പാണ് ഉള്ളത്. ഒരെണ്ണം ഓഡോബോട്സും ഒരെണ്ണം ഡിസെപ്റ്റിക്കോൺസും. ഓഡോബോട്സ് നല്ല ആൾക്കാർ, ഡിസെപ്റ്റിക്കോൺസ് ചീത്ത ആൾക്കാർ. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധം നടക്കാറുണ്ട്. മനുഷ്യന്മാരെ യുദ്ധം ചെയ്ത് നമ്മുടെ ഭൂമിക്ക് പ്രശ്നം ഉണ്ടാകുന്ന പോലെ സൈബർട്രോണിലും ഓഡോബോട്സും ഡിസെപ്റ്റിക്കോൺസും യുദ്ധം ചെയ്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അങ്ങനെ യുദ്ധം കൂടി ആ പ്ലാനറ്റ് അവസാനം പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ പ്ലാനറ്റിൽ നിന്ന് ഉള്ള ബാക്കി ട്രാൻസ്ഫോമേഴ്സ് എല്ലാം വേറെ ഈ പ്ലാനറ്റിലോട്ടൊക്കെ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ നമ്മുടെ എർത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ബംബിൾ ബീ. ഈ ബംബിൾ ബീ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒത്തിരി സംസാരമില്ലാതെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടോയ് ഏതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടോയ്. ഇത് ബംബിൾ ബീന്റെ ഒരു മാസ്ക് ആണ്. ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് ഞാൻ ഗൈസിന് പറഞ്ഞു തരാം. ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു റോബോട്ടിക് ഏലിയൻ റേസ് ആണ്. ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെഹിക്കിൾസ് പോലെ അവരുടെ മുമ്പിൽ കാണുന്ന കാറോ ബൈക്കൊക്കെ അവർക്ക് രൂപം മാറ്റിയെടുക്കാൻ പറ്റും. അവർ കാണുന്ന വെഹിക്കിളുടെ രൂപത്തിലോട്ട് ആകാൻ പറ്റും. കാറാണെങ്കിലും ശരി, ബൈക്കാണെങ്കിലും ശരി, ട്രെയിനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഈ ബംബിൾ ബീ സാധാരണ ഈ ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലാകാറുള്ളത് സെവറല ക്യാമറ ആയിട്ടാണ് ട്രാൻസ്ഫോമേഴ്സ് മൂവിയിൽ ബംബിൾ ബീനെ കാണിക്കുന്നത്. ആദ്യത്തെ ബംബിൾ ബീ ഒരു വോക്സ്വാഗൺ ബീറ്റിലായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്തത്. ഈ ബംബിൾ ബീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. Say hello to my friend, Bumblebee. Sting like a bee. ഈ ബംബിൾ ബീന്റെ ആക്ഷൻ സീൻസ് കുറേ ഈ ട്രാൻസ്ഫോമേഴ്സ് മൂവിനകത്ത് വരുന്നുണ്ട്. ഗുംഫു ഫൈറ്റേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് ബംബിൾ ബീന്റെ എല്ലാ ആക്ഷൻ ഫൈറ്റ് സീൻസും. അത് കുറേ ആൾക്കാർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സൈബർട്രോണിനകത്തുനിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു റോബോട്ടാണ് ബംബിൾ ബീ. അപ്പൊ എർത്തിലേക്ക് വന്നപ്പോ ഈ ബംബിൾ ബീ ക്രാഷ് ഔട്ട് ചെയ്തിട്ട് അവരുടെ വോക്കൽ കോഡിന് എന്തോ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ബംബിൾ ബീക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഈ വോക്കൽ കോഡ് പോയതുകൊണ്ട് ബംബിൾ ബീ സംസാരിക്കാതിരിക്കത്തില്ല. പക്ഷെ ബംബിൾ ബീ ആൾക്കാരിനോട് സംസാരിക്കും. റേഡിയോ ഡയലോഗ്സ് ഒക്കെ കട്ട് ചെയ്ത് ആൾക്കാരിനോട് സംസാരിക്കും. ബംബിൾ ബീന്റെ ഏറ്റവും വലിയ പവർ വെച്ചാൽ ബംബിൾ ബീ പല പാർട്സ് ആയിട്ട് പോയാലും അത് റീജോയിൻ ചെയ്യാൻ പറ്റും.
ടോയിന്റെ പവറിനകത്ത് ഒന്ന്. ഓഡോബോട്ട്സിന്റെ ലീഡറാണ് ഒപ്റ്റിമസ് പ്രൈം. ഒപ്റ്റിമസ് പ്രൈമിന്റെ ക്ലോസ് ഫ്രണ്ടാണ് ബംബിൾ ബി. ഇത്രയൊക്കെയാണ് ബംബിൾ ബീനെ കുറിച്ച് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ ടോയിന്റെ ഫീച്ചർ നോക്കാം. ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന്റെ ബേസിക് ഫിനിഷ് അടിപൊളിയാണ്. പ്ലാസ്റ്റിക് മെയ്ഡാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ കണ്ണിൻ്റെ അകത്ത് ശരിക്കുള്ള ഒരു റോബോട്ട് ലെൻസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇനി ഇതിനെ കുറിച്ച് പറയുന്നത് പെയിന്റിങ്ങിനെ കുറിച്ചാണ്. ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ കണ്ടില്ലേ കുറച്ച് പെയിന്റ് പോയത്, അത് നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ഇത് കുറേ നേരം ഇവിടെ ഇരുന്നതാ. തെറ്റിപ്പോയി. ബംബിൾ ബി കുറേ ഫൈറ്റിന് പോയത് കാരണം അതിന് വന്ന ബാറ്റിൽ സ്ക്രാച്ച് ആണിത്. അത് നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ ഔട്ടിൻ്റെ സ്ഥലവും നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റിങ് ഇട്ടിട്ടാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്ഫോമേഴ്സ് മൂവിനകത്തും. ഇതാണ് ട്രാൻസ്ഫോമേഴ്സിന്റെ സിമ്പിള്. ഇത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബൾജ് ഇതുപോലെയാണ് ചെയ്യുക. അടുത്തതായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നത് വയ്ക്കാനുള്ള സുഖത്തിനെ പറ്റിയാണ്. സാധാരണ മാസ്കൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഇവിടെ മാത്രമേ ഒരു ബെൽറ്റ് കാണൂ. ഈ ബംബിൾ ബീന്റെ മാസ്കിന് മോളിന് ഒരു സപ്പോർട്ട് ഉണ്ട്. ബെൽറ്റ് പോയിരിക്കുന്നത് ക്രോസ് പാറ്റേണിലാണ്. അതുകൊണ്ട് തല വയ്ക്കുമ്പോൾ നല്ല സുഖമാണ്. ഇതൊന്നുമല്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ മെയിൻ ഹൈലൈറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത് കാണിച്ചു തരാം. ഐഡി ഫ്രണ്ട്സ് കണ്ടോ ഒരു ടോഗിൾ സ്വിച്ച്, തൊട്ടടുത്ത് ഫ്രണ്ട്സ് കണ്ടോ ഒരു ടോഗിൾ സ്വിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ടോഗിൾ സ്വിച്ച്. ഫ്രണ്ട്സ് സൂക്ഷിച്ച് നോക്കിയാൽ കാണത്തില്ല, ഇവിടെ ഓഫ് ഉണ്ട്, ഓൺ ഉണ്ട്, ടൈമി ഉണ്ട്. നമുക്കിത് ഓണിന് ഇട്ടിട്ട് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിനകത്ത് അത് നമ്മൾ പ്രസ് ചെയ്താൽ കുറേ ബംബിൾ ബി മൂവിനകത്ത് വരുന്ന കുറേ ഡയലോഗ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടോണ. എനി ടൈം. You want to go? Yes. Autobots! Go, go, go! Charge! Your fighting style is weak. No one can outrun Bumblebee! Yeah. Decepticons can strike anytime. അപ്പൊ നിങ്ങളോർക്കും ഇത്രയുമേ ഉള്ളൂ ഇതിന്റെ ഹൈലൈറ്റ്സ്. തീർന്നിട്ടില്ല, ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. നമുക്ക് ട്രൈമിനകത്തോട്ടൊക്കെ ഇനി നമുക്ക് ട്രൈമി ഓപ്ഷനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഈ സ്വിച്ചിനകത്ത് ഒന്ന് കൊടുത്ത് പിടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ സൗണ്ട് കേൾക്കും. നമുക്ക് വയ്ക്കാം. ഹലോ, can strike anytime. ഇതാണ് ഈ മാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എന്ത് സംസാരിച്ചാലും ട്രാൻസ്ഫോമർ സൗണ്ടിലെ ഔട്ട്പുട്ട് വരൂ. ഭയങ്കര കൂളായിട്ടുള്ള ഫീച്ചറാണ് ഇത്. ഗൈസിന് തോന്നുന്നില്ലേ ഇതൊരു അടിപൊളി സംഭവമാണെന്ന്? ഇപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബംബിൾ ബീനെ പോലെ തന്നെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ബംബിൾ ബീ മാസ്കിന്റെ മെയിൻ ഫീച്ചേഴ്സ്. മേടിച്ചത് ലുലുവിനാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 1500. ഇത് ഞാൻ ഓഫർ പ്രൈസിന് മേടിച്ചത് 1500-നാണ്. ഒരു അടിപൊളി ഡീലായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടിങ് ടിങ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കണം.
ഓരോ വീക്ക് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ചാനലും പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയതായിട്ട് ഇതുപോലത്തെ ടോയിൻ്റെ റിവ്യൂ, പിന്നെ ടോയ്സിൻ്റെ അൺബോക്സിങ്, പുതിയ ഗാഡ്ജറ്റ്സ്, ടോയ്സിൻ്റെ ട്രിക്സ്, ടിപ്സ് ഒക്കെ വരുന്നതായിട്ട് വരെ സൈനിങ് ഓഫ്. നമുക്കിത് അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് കാണാം. ചിത്രകൂത്രം പറക്കുന്ന മയിലാണ് എൻ്റെ പിള്ളികൾക്ക് 5 വർണ്ണമാരകാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ നാട്ടിലൊക്കെ ഫാൻസാണ്. ഞാൻ പിളി പിടിച്ചാടി യെല്ലോ കളറാണ് ഡാൻസ് ലൈക്ക് പീക്കോക്ക്. എല്ലാവരും തീർന്നു. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഇതിൻ്റെ വെക്കാനുള്ള കംഫർട്ടബിൾ സുഖത്തിനെ പറ്റിയ